മൂടൽ ഒരു പ്രളയകഥ പറയുന്ന ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇടവപ്പാതി. കടുത്ത വേനലിനു ശേഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവായി. മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ കാലവർഷം തിമിർത്തു പെയ്യുകയാണ്. ഇടവപ്പാതി കലിപൂണ്ടു നിൽക്കുന്നത് മലയാളിക്കെന്നും ഒരാവേശമാണ്. തെക്ക് പാറശാല മുതൽ അങ്ങ് വടക്കേ മലബാർ വരെ അവളങ്ങനെ നിർബാധം പെയ്യും. പകലുകളും രാത്രികളും തമ്മിൽ വേർതിരിവുകളില്ലാതെ തീപൂട്ടാത്ത അടുക്കളയും ഒട്ടിയ വയറുകളും സമ്മാനിക്കുന്ന ഇടവപ്പാതികൾ. പെയ്തിട്ടും പെയ്തിട്ടും കൊതി തീരാതെ അവൾ ആർത്തിയോടെ പെയ്തുകൊണ്ടേയിരിക്കും. അഞ്ചക്കവും ആറക്കവും ശമ്പളമായി കൈപ്പറ്റുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മുതലാളിമാർക്കും മാത്രമേ കാലവർഷം സുഖചികിത്സയോടെ കാലമാകുന്നുള്ളൂ. അരവയറൊന്നു നിറയ്ക്കാൻ ഓടിപ്പാഞ്ഞു നടക്കുന്നവർക്ക് മഴ സത്യത്തിൽ ഹൃദയത്തിൽ തൊടുന്നൊരു അനുഭവമാണ്. നന്മ നിറഞ്ഞ ഒരു വികാരമെങ്കിലും ഹൃദയത്തിൽ കരുതി വയ്ക്കാത്ത ഒരാൾക്കും ദഹിക്കുന്ന വികാരമല്ല മഴ. കാലവർഷം ഓരോ മലയാളിക്കും ഒരനുഭൂതിയാണ്. കാരണം ഓരോ കാലവർഷവും അതവനെ പഠിപ്പിക്കുന്നുണ്ട് കരുതലിന്റെ പ്രാധാന്യം, വേണ്ടപ്പെട്ടവരെ ചേർത്തുപിടിച്ച് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. നീലിമല. ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതത്തോടടുത്തുള്ള മലയോര ഗ്രാമമാണ് നീലിമല. മഴമേഘങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശമായതിനാൽ കാലവർഷം ഹിംസഭാവം പൂണ്ടാണ് നീലിമലയിൽ പെയ്യുന്നത്. ലക്കിടിയെപ്പോലെ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന ടൈറ്റിലൊന്നും നീലിമലയ്ക്കില്ല. ആ ടൈറ്റിൽ മാത്രമല്ല, ഒരു ടൈറ്റിലും നീലിമലയ്ക്കില്ല. അതുകൊണ്ടുതന്നെ കാലവർഷം കനയ്ക്കുമ്പോൾ നീലിമല പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടാറാണ് പതിവ്. നീലിമലയുടെ ഉച്ചിയിൽ നിന്നും ചെങ്കുത്തായ മലഞ്ചെരുവിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ചു കിഴക്കോട്ടൊഴുകുന്നു. അത് നീലിമലയിൽ നിന്നും 14 മൈലുകൾക്കപ്പുറം പേപ്പാറ ചപ്പാത്തിലെത്തി 3 കൈവഴികളായി പിരിഞ്ഞ് പെരിയാർ ഓടിച്ചേരുന്നു. പേപ്പാറ ചപ്പാത്തിന് ഓഹരി ചപ്പാത്ത് എന്നൊരു ഓമന പേരുകൂടിയുണ്ട്. നീലിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കുടുങ്ങിപ്പുഴയെ 3 ആൺമക്കളുള്ള ഒരപ്പനോടുപമിച്ചാൽ ഈ ഓമനപ്പേരിന്റെ ഗുട്ടൻസ് പിടികിട്ടും. പേപ്പാറ ചപ്പാത്തിൽ വെച്ച് ഒരപ്പൻ മക്കൾക്ക് ഓഹരി നൽകുന്നതുപോലെ കൊടിഞ്ഞിപ്പുഴ 3 കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. കിഴക്ക് തമിഴ്നാട്ടിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പാമ്പാറാണിതെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ കൊടിഞ്ഞിപ്പുഴയുടെ കൈവഴികൾ 3ഉം പെരിയാറിൽ തന്നെയാണ് പതിക്കുന്നത്. മലയിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം നീലിമലയിലെ നിത്യസംഭവങ്ങളാണ്. ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷയുമില്ലാതെയാണ് നീലിമലയിലെ ജനങ്ങൾ അവിടെ ജീവിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ ഇത്രയേറെ ദുരിതം പിടിച്ച ഭൂപ്രദേശം വേറെയുണ്ടോ എന്ന് സംശയമാണ്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറില്ല. പഞ്ഞം തുടങ്ങുമ്പോൾ ഗത്യന്തരമില്ലാതെ ഇവിടുത്തെ പുരുഷന്മാർ തേനെടുക്കാൻ കാട്ടിലേക്ക് പോകും. തെന്നിത്തെറിച്ചു കിടക്കുന്ന കൂറ്റൻ മരത്തിനു മുകളിൽ കയറി ജീവൻ പണയം വെച്ചു നടത്തുന്ന ഒരു ഞാണിന്മേൽ കളി. കേരളത്തിലെ ഒരു ചാനലും നീലിമലയിലെ ആളുകളുടെ ദുരിതത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാറില്ല. ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്കും അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയെപ്പറ്റി ആശങ്കകളില്ല. വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ എത്ര മാറി മാറി ഭരിച്ചാലും സർക്കാരുകൾക്ക് നീലിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെപ്പറ്റി പദ്ധതികളൊന്നുമില്ല. എങ്കിലും നീലിമലയിലെ ജനങ്ങളിലാർക്കും യാതൊരു പരിഭവവുമില്ല. കാട്ടിലെ വന്യമൃഗങ്ങളെ ഭയക്കുന്നതിലധികം നാട്ടിലെ ഫെഡറൽ സംവിധാനത്തെയും നിയമപാലന വ്യവസ്ഥയെയും അവർ ഭയക്കുന്നു. ഇടുക്കി ജില്ലയിലെ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന പല ഗ്രാമങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പരിസ്ഥിതി കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ചത് നിറവയറുണ്ണാൻ പാങ്ങില്ലാത്ത സാധാരണക്കാരന്റെ കുടുംബത്തിലാണ്. കരിങ്കൽ ക്വാറികളും മണലുവാരലും സർക്കാർ ഭൂമി കയ്യേറലുമെല്ലാം ഇവിടത്തെ പരിസ്ഥിതിയുടെ ആത്മാവിനെ പരുക്കേൽപ്പിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനൊക്കെ പിന്നിലുള്ളത് നാഗരികതയുടെ ആലസ്യത്തിൽ മതിമറന്ന് ജീവിക്കുന്നവരാണെന്ന സത്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു. അല്ലെങ്കിലും ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്നത് അന്യം നിന്നു പോയിരിക്കുന്നു. പരിസ്ഥിതിയെ താറുമാറാക്കുന്ന വിധം പാറകൾ പൊട്ടിച്ച് പുഴയുടെ ഹൃദയഭിത്തികൾ കുഴിച്ചെടുത്ത് സൃഷ്ടിച്ചെടുത്ത നാഗരികതയുടെ നേർക്കു വിരൽ ചൂണ്ടാൻ നീതിബോധമുള്ള മാധ്യമപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ജീവിച്ചിരിപ്പില്ല. പ്രകൃതിയുടെ മനസ്സുണ്ടായിരുന്നവർക്കെല്ലാം അല്പായുസായിരുന്നു. നീലിമലയിലെ ജനങ്ങളിലാരും ക്വാറി മുതലാളിമാരല്ല. പുഴയിൽ നിന്നും മണലൂറ്റിവിറ്റ് അവരാരും മണിമന്ദിരങ്ങളും സൗധങ്ങളും പണിതിട്ടില്ല. അവിടെ ഒരാൾക്കും മനന്നിനു പോലും സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. കാട്ടിലെ ഔഷധസസ്യങ്ങൾ പറിച്ചുകൊടുത്തും കാട്ടുതേനെടുത്തു വിറ്റുമാണ് അവർ ഉപജീവനം നടത്തുന്നത്. ആവാസവ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒരു പദ്ധതിക്കും അവർ കൂട്ടുനിൽക്കില്ല. സ്വത്വബോധത്തിന്റെ വിശാലമാനങ്ങൾ പഠിക്കണമെങ്കിൽ
അത് തീർച്ചയായും ഒരു നേരം തികച്ചുണ്ടാനില്ലാത്തവന്റെ കയ്യിൽ നിന്നാവണം. ഒന്നാമത്തെ പരിസ്ഥിതി കമ്മീഷൻ റിപ്പോർട്ട് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിനെ ഒന്നും മയപ്പെടുത്തി അടിച്ചൊടുക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചു ഗവൺമെന്റ്. കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും റിപ്പോർട്ടിനെ പിന്തുണച്ചും അപലപിച്ചും സെമിനാറുകൾ നടന്നു. വലിയ ശക്തിപ്രകടനങ്ങൾക്ക് ശേഷം ചായയും പപ്സും കഴിച്ച് അവരെല്ലാം പിരിഞ്ഞുപോയി. ഒരു ചിപ്കോ മൂവ്മെന്റിനും കേരളം സാക്ഷ്യം വഹിച്ചില്ല. വ്യക്തിപരമായ നേട്ടങ്ങളില്ലെങ്കിൽ സമരങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പെയ്ഡ് വേർഷൻസ് ആയതുകൊണ്ടാവും മുദ്രാവാക്യങ്ങൾക്കൊന്നും പഴയ മൂർച്ചയില്ല. ഹൈറേഞ്ചിൽ 18ഓളം ക്വാറിയുണ്ടായിരുന്ന വ്യവസായ പ്രമുഖന്റെ പ്രകൃതി സംരക്ഷണ മാർച്ചിലാണ് സാംസ്കാരിക നായകന്മാരുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നത് എന്നാണ് ഒരു കരക്കമ്പി ഉയർന്നത്. പരിസ്ഥിതി റിപ്പോർട്ട് കൊണ്ട് പരിസ്ഥിതിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് വ്യക്തമല്ല. നഗരജീവിതത്തെ അത് തെല്ലും ബാധിച്ചിട്ടില്ല. കാരണം ഭൂരിഭാഗം നഗരങ്ങൾക്കും ആത്മാവില്ല. കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മാനം മുട്ടുന്ന കോൺക്രീറ്റ് കാടുകൾക്ക് തെല്ലും കുറവും വന്നില്ല. പെരിയാറിലെയും പമ്പയാറിലെയും മണലൂറ്റിന് പരിഹാരമായില്ല. കമ്പിയും മണലുമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് പണികഴിപ്പിച്ച പാലങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ കൂണുപോലെ മുളച്ചുപൊന്തി. വെറും പാലങ്ങൾ എന്ന പ്രയോഗം ഒരവഹേളനമായെങ്കിൽ ഒന്ന് തിരുത്തി എഴുതുന്നു. പാലങ്ങളല്ല, ആകാശത്തിലൂടെ യഥേഷ്ടം പറന്നു നടക്കാൻ പുതുതലമുറയെ സജ്ജമാക്കുന്ന ഫ്ലൈ ഓവറുകൾ. നിർമ്മാണം നടത്തിപ്പുകാർ മിടുക്കന്മാരാണെന്ന് പറയാതെ വയ്യ. കാരണം അതുകൊണ്ടാണല്ലോ നിർദ്ദിഷ്ട ഫ്ലൈ ഓവർ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ നഗരത്തിന്റെ ഒത്ത നടുവിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം കെട്ടിപ്പൊക്കാൻ അവർക്ക് കഴിഞ്ഞത്. നഗരത്തിനൊരു ശാപമോക്ഷം ലഭിക്കാൻ കൊങ്കൺ റെയിൽവേക്ക് ഉരുക്കിന്റെ ശക്തി പകർന്ന മെട്രോമാൻ വേണ്ടിവന്നു എന്നത് പറയാതെ പറയേണ്ടി വരുന്നു. പരിസ്ഥിതി കമ്മീഷന്റെ റിപ്പോർട്ടിലെ നിയന്ത്രണങ്ങൾ നീലിമലയെ സാരമായി ബാധിച്ചു. കാട്ടിൽ നിന്നും വിറക് ശേഖരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. മുളങ്കമ്പുകൾ വളച്ചുകെട്ടി പനയോല വിരിച്ചു നിർമ്മിക്കുന്ന കുടിലുകൾ പരിസ്ഥിതിയെ ദുർബലമാക്കുന്ന നിർമ്മാണങ്ങളായി മുദ്രകുത്തപ്പെട്ടു. കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. എന്നാൽ ഇതിനും ബാലിശമായ കാര്യങ്ങളാണ് സർക്കാർ നീലിമലയിൽ ആവിഷ്കരിച്ചത്. അന്നും ഇന്നും എന്നും ഈ ഭൂമിയെ നയിച്ചത് ഒരേ സമവാക്യമാണ്: കൈയുള്ളവൻ കാര്യക്കാരൻ. ചാൾസ് ഡാർവിൻ ഇതിനെ കുറച്ചുകൂടി മനോഹരമായി ക്രോഡീകരിച്ചു: സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ജീവിക്കുന്നതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം നീലിമലയിൽ പതിവാണ്. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപാണ് നീലിമലയിലെ രവി എന്ന ഒരു 8 വയസ്സുകാരനെ കടുവ കടിച്ചുകീറി കൊന്നത്. നീലിമലയ്ക്ക് തെക്ക് പടിഞ്ഞാറ് 15 മൈലിനപ്പുറം ചെന്നായപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. 30 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു സ്കൂളും ചെന്നായപ്പാറ UP സ്കൂളിലാണ്. നീലിമലയിലെയും സമീപ ഗ്രാമങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നത് പ്രസ്തുത സ്കൂളിലാണ്. 1930ന്റെ ആരംഭത്തിൽ എസിക്കിയൽ പാപ്പോ എന്ന ഫ്രഞ്ച് മിഷണറി സ്ഥാപിച്ചതാണ് ഈ അപ്പർ പ്രൈമറി സ്കൂൾ. ഏകദേശം 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ സ്കൂള് സർക്കാർ ഏറ്റെടുത്തു. ചെന്നായപ്പാറ UP സ്കൂള് ഹൈസ്കൂളായി ഉയർത്തണമെന്ന ആവശ്യവുമായി പല നിവേദനങ്ങളും സർക്കാരിലേക്ക് പോയെങ്കിലും അതിലൊന്നുപോലും ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തെത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ നീലിമലയിലെ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേരും 7ാം ക്ലാസ്സിന് ശേഷം പഠിപ്പ് നിർത്തി പണിക്ക് പോകലാണ് പതിവ്. കൂട്ടത്തിലൊരു ഹതഭാഗ്യനാണ് രവി. സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നതിനിടയിലാണ് രവിയെ കടുവ ആക്രമിച്ചത്. കാട്ടിൽ നിന്നും ഏറെ ദൂരെയുള്ള ഒരു നാട്ടുവഴിയിൽ വെച്ചാണ് കടുവ രവിയെ കടിച്ചുകീറിയത്. രവിയുടെ അമ്മയുടെ നിലവിളി നീലിമലയുടെ താഴ്വരകളിൽ അലിഞ്ഞുനാദായി പോയതാണ്. 8 വയസ്സുള്ള ഒറ്റമകൻ ഒരു നരഭോജി കടുവയ്ക്ക് ഭക്ഷണമായെന്ന് ചിന്തിക്കാൻ പോറ്റി വളർത്തുന്ന ഏത് മാതാപിതാക്കൾക്ക് കഴിയും? പക്ഷേ നീലിമലയിലെ മാതാപിതാക്കൾ അതിനും പഠിച്ചിരിക്കുന്നു. രവി മരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തേൻ വിൽക്കാൻ ചന്തയിൽ പോയവരിൽ ചിലരൊക്കെ രവിയുടെ മരണവാർത്ത പത്രത്തിന്റെ ചരമക്കോളത്തിൽ വന്നിരുന്നു എന്ന് പറയുന്നു. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയോ സാംസ്കാരിക നായകന്മാരോ സംഭവത്തെപ്പറ്റി പ്രതികരിച്ചതായോ ഒരു അനുശോചനക്കുറിപ്പെങ്കിലും തയ്യാറാക്കിയതായോ എവിടെയും കേട്ടില്ല. പക്ഷെ നീലിമലയ്ക്ക് അടുത്തുള്ള പറങ്കിപ്പെട്ടി ഗ്രാമത്തിൽ വാഴത്തോട്ടം വെട്ടിനശിപ്പിച്ച കാട്ടുപന്നിയെ കെണിവെച്ചു വീഴ്ത്തിയ 65കാരൻ ജോണിച്ചേട്ടനെ വലിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യമൃഗങ്ങളെ പിടിക്കുന്നതോ വേട്ടയാടുന്നതോ പോലും വലിയ കുറ്റമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു കടുവ നിങ്ങളെ ആക്രമിച്ചാൽ ജീവന് രക്ഷിക്കാൻ നിങ്ങൾക്ക് അതിനെ കൊല്ലേണ്ടി വന്നാൽ പിന്നെ ശിഷ്ടജീവിതം ജയിലിൽ ചിലവഴിക്കാം. മറിച്ച് കടുവ നിങ്ങളെ കൊന്നാൽ അത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി നിങ്ങളുടെ വീട്ടുകാർ കണക്കാക്കിക്കൊള്ളും.
പട്ടിണി കൊണ്ട് പുറതിമുട്ടിയപ്പോൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ച സാധുവിനെ തച്ചുകൊന്ന നാടാണെന്ന് വിസ്മരിക്കരുത്. യഥാർത്ഥത്തിൽ വ്യവസായവൽക്കരണത്തോടെ വിലയിടിഞ്ഞത് മനുഷ്യനാണ്. മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. നീലിമലയിലെ നിയന്ത്രണം കടുപ്പിക്കാനായി സർക്കാർ നീലിമലയിൽ നിന്നും 18 മൈലിനപ്പുറം ആഞ്ഞിൽമുക്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചു. താൽക്കാലികമായ ഒരു ഫോറസ്റ്റ് ഓഫീസ് നീലിമലയിലുണ്ടെങ്കിലും ഉൾക്കാടുകളിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതിന്റെ പേരിൽ ആകെയുണ്ടായിരുന്ന റേഞ്ചർ കുട്ടൻപിള്ള സസ്പെൻഷനിൽ പോയ ശേഷം റേഞ്ച് ആപ്പീസ് അനാഥമായി കിടക്കുകയാണ്. നീലിമല റേഞ്ച് ആപ്പീസിന് ബദലായി ആഞ്ഞിൽമുക്ക് പോലീസ് സ്റ്റേഷനും ആരംഭിച്ചു. വർഷത്തിൽ 3-4 തവണ SI ചടയൻ ഗോപാലൻ ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രനെയും കോൺസ്റ്റബിൾ റോയിച്ചനെയും നീലിമലയിലേക്ക് പറഞ്ഞുവിടും. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ ഒരു പൂച്ചക്കുഞ്ഞു പോലും നീലിമലയെ അന്വേഷിച്ചു വരാറില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട സ്ഥലം തന്നെയാണ് നീലിമല. കൃത്യമായ വഴികളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അതുകൊണ്ടാവാം ആരും തിരിഞ്ഞു നോക്കാത്ത പട്ടിക്കാടായി നീലിമല മാറിയത്. വനത്തിൽ പോയി വിറക് ശേഖരിക്കാൻ പാടില്ല, വന്യമൃഗങ്ങൾ പിടിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ നീലിമലക്കാർക്ക് നൽകിയ ശേഷം സുരേന്ദ്രനും റോയിച്ചനും മലയിറങ്ങും. 2 വലിയ കന്നാസ് നിറയെ കാട്ടുതേനും കൊണ്ടാണ് അവരുടെ മടക്കം. അവകാശം പോലെ ആർത്തിയോടെ കൈപ്പറ്റുന്ന പാരിതോഷികം. ഇതൊക്കെയാണ് നീലിമലയുടെ ഒരു സാമൂഹിക അന്തരീക്ഷം. 2019 ജൂൺ. ഇത്തവണ ഇടവപാതി അല്പം ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. 2018 മഹാപ്രളയത്തിനു ശേഷം എല്ലാം ഒന്ന് പഴയപടി ആവുന്നതേയുള്ളൂ. നല്ല കനത്ത മഴ, ഇടക്ക് നല്ല ചുഴലിക്കാറ്റും വീശുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണ് ചെറിയ കാട്ടുവഴികൾ പോലും അടഞ്ഞുകിടക്കുന്നു. വീണ്ടും ഒരു പ്രളയത്തിനു കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണോ എന്ന് ഉള്ളിൽ ശങ്കിച്ച സമയങ്ങൾ. മഴ കനത്തതോടെ ആരും പുറത്തിറങ്ങാതായി. സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ അങ്ങോളമിങ്ങോളം പോലീസും ദുരന്ത നിവാരണ സേനയും നൽകുന്നുണ്ട്. മാനത്ത് കാർമേഘങ്ങൾ നിറഞ്ഞുകിടക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി കരിമേഘങ്ങൾ പെയ്തൊഴിയുന്നു. വർഷം കനത്തതോടെ പേപ്പാറ ചപ്പാത്തും കരകവിഞ്ഞൊഴുകുകയാണ്. നീലിമലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക നാട്ടുവഴിയാണ് പേപ്പറ ചപ്പാത്തിലൂടെ കടന്നുപോകുന്നത്. ഇനി നീലിമലയിലെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ കുത്തിയൊഴുകി കുതിച്ചു പോകുന്ന കൊടിഞ്ഞിപ്പുഴ നീന്തിക്കടക്കേണ്ടതുണ്ട്. ഒരു പർവ്വതത്തിന്റെ ഉയരത്തിൽ വെള്ളമൊഴുകി പോകുന്ന കൊടിഞ്ഞിപ്പുഴ നീന്തിക്കടക്കുകയെന്നാൽ ആത്മഹത്യാപരമെന്ന് പറയാതെ വയ്യ. പുലർച്ചെ 3:30 ആഞ്ഞിലിമുക്ക് സ്റ്റേഷൻ. തോരാത്ത മഴയായതിനാൽ സ്റ്റേഷന് വെളിയിലിറങ്ങാതെ അകത്തുതന്നെ കഴിയുകയാണ് ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രനും കോൺസ്റ്റബിൾമാരായ റോയിച്ചനും ചെല്ലപ്പനും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റേഷനിലെ ജീപ്പ് എഞ്ചിൻ പണിക്ക് കയറ്റിയിട്ട് മാസം 2ആയി. ഒരു ജീപ്പെങ്കിലും ഇല്ലാതെ ആ കാട്ടുവഴികളിൽ എന്ത് ക്രമസമാധാന പാലനം നടത്താനാണ്? മഴ കനത്തതിനു ശേഷം SI ചടയൻ ഗോപാലൻ സ്റ്റേഷനിൽ വന്നിട്ടില്ല. രാത്രി 9 മണിയോടെ പോയ കരണ്ട് ഇതുവരെ വന്നിട്ടില്ല. കാറ്റടിച്ചാൽ കരണ്ട് പോകുന്ന ഏക ജില്ല ഇടുക്കിയാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഒരു റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ആഞ്ഞിലിമുക്ക് പോലീസ് സ്റ്റേഷൻ. കോൺസ്റ്റബിൾ റോയിച്ചൻ റാന്തൽ വിളക്കിന്റെ തിരിയോട് തൊട്ടുരുമി മേശപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. മറ്റു 2 പേരും ഫോണിൽ എന്തോ വീഡിയോയും കണ്ടിരിപ്പാണ്. സമയം ഏകദേശം പുലർച്ചെ 3:30 ആയിട്ടുണ്ടാവും. പുറത്തെ കനത്ത മഴയിൽ നിന്നും ഒരു യുവാവ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. ദേഹമാസകതം ചെളിപുരണ്ട് നനഞ്ഞു ചീഞ്ഞ ഒരു യുവാവ്. പുലർച്ചെ 3 മണിക്ക് നീലിമലയിൽ മണ്ണിടിച്ചിലുണ്ടായെന്നും ഏകദേശം 18ഓളം വീടുകൾ ഒലിച്ചുപോയെന്നും മലയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു വീട്ടിൽ ഗർഭിണിയായ ഒരു യുവതിയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും കുടുങ്ങിക്കിടക്കുകയാണെന്നും പറഞ്ഞ് ശേഷം കയറി വന്ന വേഗതയിൽ തന്നെ പുറത്തേക്കോടി. നീലിമല ഒരു ദുരന്തസാധ്യതാ മേഖലയാണെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും സംഭവത്തിന്റെ നിജസ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്തതിനാൽ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രനെന്നും മടിച്ചു. ഒരു തെറ്റായ സന്ദേശം വലിയ വിപത്തിന് കാരണമാകുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. നീലിമലയുടെ കാട്ടുവഴിയിലൂടെ ആഞ്ഞിലിമുക്കിലെത്തണമെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂർ സമയമെടുക്കും. പേപ്പാറ ചപ്പാത്ത് വെള്ളം കയറി അടഞ്ഞുകിടക്കുന്നതിനാൽ 2 മണിക്കൂർ കൊണ്ട് ആഞ്ഞിലിമുക്കിലെത്തുകയെന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. 3 മണിക്ക് നീലിമലയിൽ മലയിടിഞ്ഞ കാര്യം വെറും അരമണിക്കൂർ കൊണ്ട് സ്റ്റേഷനിലെത്തി അറിയിച്ചതിൽ എന്തോ ദുരൂഹത മണക്കുന്നു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനു മുമ്പ് അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. തന്റെ പോലീസ് ബുദ്ധിയിൽ അത് കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന തീരുമാനവും അയാളെടുത്തു. അതൊരു ഫേക്ക് ഇൻഫോർമേഷൻ ആണെങ്കിൽ ആകെ ചമ്മി നാണം കെട്ട് പണി വാങ്ങേണ്ടി വരും.
ഓ, അതിനങ്ങും വയ്യ. എന്തായാലും നേരം വെളുത്ത ശേഷം അന്വേഷിക്കാമെന്ന് അവരെല്ലാവരും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. പുലർച്ചെ 6:30. മഴ ഇനിയും തോർന്നിട്ടില്ല. ഉടനെയെങ്ങും തോരുന്ന ലക്ഷണവുമില്ല. അതുകൊണ്ടുതന്നെ കാലത്തൊരു ചുക്കുകാപ്പിയും കുടിച്ച് നീലിമല വരെ പോയി കളയാമെന്ന് പറഞ്ഞ് ഡ്രൈവർ രാമചന്ദ്രനെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രനും കോൺസ്റ്റബിൾമാരായ റോയിച്ചനും ചെല്ലപ്പനും പുറത്തിറങ്ങി. നേരം വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. നല്ല തണുപ്പും ചാറ്റൽ മഴയും ആകെ മൊത്തം ഒരു ശ്മശാന മൂകതയാണ് പ്രകൃതി മുഴുവനും. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടാവാത്ത മലയാളികൾ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. പുതുപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. തിന്നാനും കുടിക്കാനും കിട്ടിയില്ലേലും സാരമില്ല, കിടന്നുറങ്ങിയാ മതിയെന്ന് പ്രാർത്ഥിക്കാത്ത ആരുണ്ട്? കോൺസ്റ്റബിൾ റോയിച്ചൻ സ്റ്റേഷന്റെ പുറത്തെ ഭിത്തിയുടെ സാക്ഷിയിൽ തൂക്കിയിട്ടിരിക്കുന്ന 3 നെടുനീളൻ കാലൻ കുടകളുമായി വന്നു. മരത്തിന്റെ പിടിയുള്ള നല്ല ഒന്നാന്തരം പോപ്പിക്കുടകൾ. പോപ്പിയും ജോൺസുമെല്ലാം കേരളത്തിന്റെ നന്മ നിറഞ്ഞ മഴയോർമ്മകളാണ്. പനിക്കോളുള്ളതുകൊണ്ടാവണം കോൺസ്റ്റബിൾ ചെല്ലപ്പൻ യൂണിഫോമിന്റെ പുറത്തിട്ട സ്വെറ്ററിനു പുറമെ കഴുത്ത് കവർ ചെയ്യാത്തക്ക വിധം ഒരു ഷോളും ധരിച്ചിരുന്നു. റോയിച്ചൻ മുറ്റത്തെ തൈമാവിന്റെ കൊമ്പിൽ നിന്നും കുറച്ച് മാവിലകൾ പറിച്ച് സുരേന്ദ്രനും ചെല്ലപ്പനും കൊടുത്തു. പോകുന്ന വഴിയിൽ പല്ലുതേപ്പം നടക്കാമല്ലോ. അംഗവും കാണാം, താളിയും ഒടിക്കാം. തിരിച്ചു വന്നിട്ട് വേണം നല്ല ചൂടൻ പുട്ടും കടലക്കറിയും ചേർത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ. മഴക്കാലത്ത് ആവി പറക്കുന്ന പുട്ടിനോളം നല്ല കാഴ്ച മറ്റെന്താണ്? മലയാളിയുടെ രുചിഭേദങ്ങളെയും ആരോഗ്യശീലങ്ങളും അടുത്തറിയാവുന്നതുകൊണ്ടാവണം വർഷകാലത്ത് മലയാളി കർക്കിടക കഞ്ഞിക്ക് പിന്നാലെ പോകുന്നത്. കർക്കിടകത്തിന് പൊതുവെ നാട്ടിലാകെ ചീത്തപ്പേരാണ്. പഞ്ഞക്കർക്കിടകം എന്ന ഓമന പേരിട്ട മലയാളിയുടെ സ്വത്തുബോധം കാലവർഷത്തെ പഴി പറയുന്നു. ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രന് പുട്ട് എന്നാൽ ജീവനാണ്. പുട്ട് പഴവും ചേർത്ത് കഴിക്കുന്നതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് സുരേന്ദ്രന്റെ പക്ഷം. പക്ഷേ പഴത്തിന് പകരം കടലക്കറിയായാലും മിനിമൽ 2 കുറ്റി പുട്ടെങ്കിലും സുരേന്ദ്രൻ അകത്താക്കും. പോലീസ് ട്രെയിനിംഗ് കോളേജിൽ പുട്ടു സുരേന്ദ്രൻ എന്നൊരു ഓമന പേരെ സുരേന്ദ്രന് വീണു കിട്ടിയിരുന്നു. അയാൾ അതൊരു ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ് കണക്കിയത്. വിമർശനങ്ങളെയും പോസിറ്റീവായി കണക്കാക്കാൻ സാധിക്കുന്നത് സത്യത്തിലൊരു അനുഗ്രഹമാണ്. 6 അടിയോളം ഉയരവും ഉറച്ച ശരീരവുമുള്ള സുരേന്ദ്രൻ ശരിക്കും ഒരു ജഗകില്ലാടിയായിരുന്നു. കാഴ്ചയെ മറയ്ക്കത്തക്ക വിധം കോടമഞ്ഞ് അന്തരീക്ഷത്തെ മൂടിയിരുന്നു. വെളുത്ത പുക പോലെ നേർത്ത മഞ്ഞുകണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാട്. മരത്തലപ്പുകളെല്ലാം നനഞ്ഞു കുടിച്ചു നിൽക്കുകയാണ്. കൂറ്റൻ മരത്തിന്റെ പട്ടകൾക്കിടയിൽ മറഞ്ഞിരുന്നു തൊണ്ടകീറി കരയുന്ന ചീവീടുകൾ. തനിക്കാകുമൊത്തം ഒരു അപലക്ഷണമാണ് തോന്നുന്നതെന്ന് ചെല്ലപ്പൻ പറഞ്ഞു. ഏകദേശം 20 വർഷത്തോളം സർവീസുള്ള ചെല്ലപ്പൻ ചേട്ടന്റെ അനുമാനത്തെ പ്രഥമദൃഷ്ട്യ ആർക്കും തള്ളിക്കളയാനാവില്ല. പ്രായമേറുന്തോറും കാലത്തിന്റെ മാറ്റങ്ങളെ തിരിച്ചറിയാൻ ഒരു കഴിവ് ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. വലിയ മരങ്ങളോട് തടിച്ചു ചേർത്ത വേരുകൾ തെളിഞ്ഞു കാണുന്ന കാട്ടുവഴികളാണ് മുമ്പിൽ. കാട്ടിനെ കൊള്ളയടിക്കുന്ന നാട്ടുരാജാക്കന്മാർക്ക് സ്തുതിപാഠനം ഇങ്ങനെ ഒരു വഴിയെങ്കിലും ഉള്ളതിനെ ഓർത്ത്. കാട്ടുമരങ്ങൾ വെട്ടിക്കടത്താൻ വലിയ ലോറികൾക്ക് കടന്നുവരാൻ പാകത്തിന് കാടിനു നടുവിലൂടെ തരക്കേടില്ലാത്ത മൺപാത നിർമ്മിച്ചത് ഏതൊക്കെയോ കാട്ടുകള്ളന്മാർ ചേർന്നാണ്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സപ്പോർട്ട് വേണ്ടുവോളം കിട്ടിയതിനാൽ പോലീസുകാരും കണ്ണടച്ചു. ശരിക്കു പറഞ്ഞാൽ വല്ലാത്തൊരു നെറികേടായി തോന്നിയിട്ടുള്ളത് പഠിച്ചു പരീക്ഷ എഴുതി പാസായി ജോലിക്ക് കയറുന്ന നിയമപാലകരുടെ വാമൂടിക്കെട്ടാൻ തക്കവിധമുള്ള അധികാരം അരക്ഷരരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും ലഭിക്കുന്നതിലാണ്. കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിക്കളയുമെന്നൊരു ഭീഷണി മതി ഏതൊരു നിയമപാലകന്റെയും വാമൂടിക്കെട്ടാൻ. കുഞ്ഞുകുട്ടി പരിധീനക്കാരാണ് ശരിക്കൊന്ന് കണ്ണിറുക്കി കാണിച്ചാൽ തീരാവുന്ന നിയമപാലനമേ ഈ നാട്ടിലുള്ളൂ. ഒഴുക്കിനൊപ്പം നീന്തുകയേ നിർവാഹമുള്ളൂ. അതെ, അതുതന്നെ. സ്രാവുകൾക്കൊപ്പം നീന്തുകയെ തൽക്കാലം കേരളത്തിൽ നിർവാഹമുള്ളൂ. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വന്നു അവർക്ക് കുണിഞ്ഞിപ്പുഴയുടെ തീരത്തെത്താൻ. കുണിഞ്ഞിപ്പുഴ കരകവിഞ്ഞ് പേപ്പാറ ചപ്പാത്തിനെ മറച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. കാടും പുഴയും തിരിച്ചറിയാനാവാത്ത വിധം അവ രണ്ടും പരസ്പരം ഒന്നുചേർന്നാണ് ഒഴുകുന്നത്. നീലിമലയിൽ നിന്നും കുണിഞ്ഞിപ്പുഴയിൽ പതിക്കുന്ന കട്ടച്ചേറ് കലങ്ങിയൊലിക്കുന്ന വെള്ളമാണ്. കുണിഞ്ഞിപ്പുഴ കടക്കാൻ വഞ്ചികളോ ചങ്ങാടങ്ങളോ ഇല്ല. കലങ്ങിമറിഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന പുഴവെള്ളം നോക്കി എത്ര സമയമിരിക്കും? തിരിച്ചു ചെന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ബഹളം വെച്ചു തുടങ്ങി. വിശപ്പ് ആമാശയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി കാത്തിരിക്കാനാവില്ല. വെറുതെ അലസമായി നിൽക്കുന്നതിനിടെ ചപ്പാത്തിലെ ഈറ്റക്കാട്ടിൽ എന്തോ തടഞ്ഞുകിടക്കുന്നതുപോലെ തോന്നി റോയിച്ചന്. വല്ല തേങ്ങയും മറ്റാണെന്ന് കരുതി അടുത്തേക്ക് ചെന്ന റോയിച്ചൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു പിറകോട്ടു മാറുന്നതാണ് കണ്ടത്. മനുഷ്യത്വമുള്ള ഏവരുടെയും കണ്ണു നിറയിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഇടതൂർന്നു നിൽക്കുന്ന ഈറ്റക്കാട്ടിൽ ഉടക്കിക്കിടക്കുന്നത് ഏകദേശം 8-9 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞിന്റെ മൃതശരീരമായിരുന്നു. ഏകദേശം 5 മണിക്കൂറോളം മലവെള്ളത്തിൽ ഒഴുകി നടന്ന് വിളറി വെളുത്ത ഓമനത്വമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹം. റോയിച്ചനും ഇതേ പ്രായത്തിലൊരു മോനുണ്ട്. അതുകൊണ്ടുതന്നെ അയാൾക്കറിയാം ഒരച്ഛന്റെ വേദന. ചങ്കു പൊട്ടിക്കുന്ന കാഴ്ചയാണത്. വെള്ളത്തിൽ നിന്നും അവനെ കോരിയെടുത്ത് റോയിച്ചൻ കരയിലേക്ക് ഓടി. ആ കുഞ്ഞിന്റെ മുഖം തന്റെ നെഞ്ചോട് ചേർത്ത് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് അയാൾ ഓടുന്നത്. സുരേന്ദ്രനും ചെല്ലപ്പൻ പിള്ളയും റോയിച്ചന്റെ പിന്നാലെ ഓടിയെത്തി.
അവനിലൊരു തരിമ്പ് ജീവനെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് റോയ്ച്ചൻ ഓടുന്നത്. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നും വീണ്ടും 1 മണിക്കൂറോളം യാത്ര ചെയ്യണം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്താൻ. അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു, നീലിമല ഒരു ദുരന്തഭൂമിയായി മാറിയിരുന്നെന്ന്. സ്റ്റേഷനിലെത്തിയ സുരേന്ദ്രൻ ഉടനെ തന്നെ കൺട്രോൾ റൂമിന് വിവരമറിയിച്ചു. എല്ലാവരും വലിയ ഞെട്ടലോടെയാണ് ഈ ദുരന്തവാർത്ത കേട്ടത്. ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസുകൾ നിറഞ്ഞു. നീലിമലയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതമാണ് ചില ചാനലുകൾ ഈ ദുരന്തത്തെ അവലോകനം ചെയ്തത്. അനിശ്ചിതത്വങ്ങളുടെ പകലുകൾ. ഏതു നിമിഷവും ഏതു ദുരിതവും നേരിടാനുള്ള തയ്യാറെടുപ്പോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു മലയാളി. 99-ലെ വെള്ളപ്പൊക്കമെന്ന് പഴമക്കാർ വീമ്പു പറഞ്ഞിരുന്ന ദുരന്തകഥ തുടർച്ചയായി 2ാം തവണയാണ് കേരളത്തെ ആഞ്ഞടിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് കാലവർഷത്തിൽ ശരിക്കുമൊരു ശ്മശാനഭൂമിയായി മാറുന്നു. എറണാകുളത്തെ ടൗൺ ഹാളിൽ പശ്ചിമഘട്ടത്തെപ്പറ്റി സെമിനാറുകൾ നടത്തിയതുകൊണ്ടോ മറൈൻ ഡ്രൈവിലെ വഞ്ചി സ്ക്വയറിൽ മലമുഴക്കി വേഴാമ്പലിന്റെ വിരഹനൊമ്പരത്തെപ്പറ്റി കവിത ചൊല്ലിയതുകൊണ്ടോ ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പരിസ്ഥിതി ചൂഷണത്തിന്റെ അടിവേരുകൾ പിഴുതെറിയാൻ ആർജവമുണ്ടാവണം. സംസ്ഥാനത്തിന്റെ ഭരണതലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. ആഭ്യന്തരത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ ചെയർമാൻ കൂടിയാണല്ലോ മുഖ്യമന്ത്രി. റവന്യൂ മന്ത്രിയും കൃഷിമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സമിതിയുടെ ചുമതലകളുള്ള IAS ഓഫീസർമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നത് ക്രിയാത്മകമായ ഇടപെടലുകൾ കൊണ്ടാണ്. ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഈ ദുരന്ത നിവാരണ മിഷനിൽ നേരിട്ടേക്കാവുന്ന പ്രതിസന്ധികളെപ്പറ്റി മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ദുരന്തമുഖത്തെ എക്സ്ക്ലൂസീവ് സ്റ്റോറിക്കായി പരക്കം പാഞ്ഞു നടക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന കർശന നിർദ്ദേശം മുഖ്യമന്ത്രി പോലീസിന് നൽകിയിട്ടുണ്ട്. അതേസമയം ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരായ നാട്ടുകാരുമടങ്ങുന്ന ഒരു സംഘം ആളുകൾ പേപ്പാറ ചപ്പാത്തിലെത്തി. ഏകദേശം 35 പേരടങ്ങുന്ന റെസ്ക്യൂ ഫോഴ്സിനു മുമ്പിൽ മതിലുപോലെ കുത്തിമറിഞ്ഞൊഴുകുന്ന കുടിഞ്ഞിപ്പുഴ. ചപ്പാത്ത് മൂടിപ്പോയതിനാൽ ഇനി ആശ്രയം ബോട്ടുകളാണ്. പക്ഷേ അടിയൊഴുക്ക് ശക്തമായതിനാൽ താൽക്കാലിക ബോട്ടുകളിൽ പുഴ മുറിച്ചു കടക്കുന്നത് അപകടകരമാണ്. ഇടുക്കിയിലെ കാടുകൾക്കും പുഴകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അനുചിതമായ ഏതൊരു തീരുമാനത്തിനും സ്വന്തം ജീവന്റെ വില നൽകേണ്ടിവരും. അതുകൊണ്ടുതന്നെ മുകളിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം ലഭിക്കാതെ ദുരന്ത നിവാരണ സേനയ്ക്ക് യാതൊന്നും ചെയ്യാൻ അനുവാദമില്ല. കേരള പോലീസിലും ഫയർഫോഴ്സിലും നല്ല ഉശിരുള്ള ആൺപിള്ളേർ ഇല്ലാഞ്ഞിട്ടല്ല. ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ താഴെത്തട്ടിലുള്ളവർക്ക് അനുസരിച്ചല്ലേ പറ്റൂ. കരകവിഞ്ഞൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിനു കുറുകെ നീന്തുന്ന വീരന്മാരുടെ നാടാണ് ഇടുക്കി. പക്ഷേ അത്തരം സാഹസങ്ങൾക്ക് പറ്റിയ സാഹചര്യമല്ല നിലവിലുള്ളത്. രാഷ്ട്രീയ വടംവലികൾ, മല പോലെ ഈഗോ. കരയിലൂടെയും വെള്ളത്തിലൂടെയുമുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമായതിനാൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം മാത്രമേ ഇനി സാധ്യമാകുകയുള്ളൂ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രധാനമന്ത്രി ചെയർമാനായ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ സഹായം തേടുന്നത് രാഷ്ട്രീയപരമായി ഒരു പാപ്പരത്തമായി തോന്നും എന്നതിനായി കേന്ദ്രസേനയോട് നോ പറയാൻ മന്ത്രിമാർക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടി വന്നില്ല. എതിരാളികളുമായുള്ള അന്തർധാര സജീവമാണെങ്കിലും അണികളുടെ കണ്ണിൽ പൊടിയിടാൻ ചില കടുത്ത നിലപാടുകൾ സഹായിച്ചേക്കും. കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ ഇടപെടൽ പോലീസിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും മനോബലം തകർക്കുമെന്ന കാരണം പറഞ്ഞ് കേന്ദ്രത്തോട് നോ പറയാൻ തീരുമാനിച്ചു. അപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചറിയാത്ത കുറച്ചു സാധു മനുഷ്യർ മണ്ണിൽ പുതഞ്ഞുറങ്ങുന്നുണ്ടായിരുന്നു. അവർക്കാരോടും പിണക്കവും പരിഭവവുമില്ലായിരുന്നു. മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദുരന്ത നിവാരണ പ്രവർത്തകർ. നീലിമലയുടെ മുകൾ തട്ടിൽ കനത്ത കാറും കോളും നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും ദുസ്സഹമായിരുന്നു. ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് പെരിയാറിൽ സർവീസ് നടത്തിയിരുന്ന 5 ബോട്ടുകൾ സംസ്ഥാന ടൂറിസം വകുപ്പ് പേപ്പാറ ചപ്പാത്തിലെത്തിച്ചു. ഏകദേശം 30ഓളം രക്ഷാപ്രവർത്തകർ ബോട്ടുകളിൽ നീലിമലയിലേക്ക് പുറപ്പെട്ടു. കലങ്ങി മറിഞ്ഞൊഴുകുന്ന കൊടിഞ്ഞിപ്പുഴയുടെ ആത്മാവിലേക്ക് മോട്ടോർ ബോട്ടുകൾ പാഞ്ഞുകയറി.
പേപ്പാറ ചപ്പാത്തിന്റെ മുകളിലൂടെ താൽക്കാലികമായി ഒരു പാലം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാനുള്ള വലിയ JCBകളും മണ്ണുകോരി യന്ത്രങ്ങളും നീലിമലയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. തെല്ലും ഉപജാപമില്ലാതെ പറയട്ടെ, മണ്ണുകോരി മാറ്റാൻ JCBകളും ടിപ്പറുകളും വിട്ടുനൽകി സമീപ പ്രദേശങ്ങളിലെ കോറി മുതലാളിമാർ മാതൃകയായി. മലകളുടെയും താഴ്വരകളുടെയും ഹൃദയം പിളർന്ന് അതേ യന്ത്രക്കൈകൾ കൊണ്ട് മണ്ണിന്റെ നെഞ്ചു പിളർന്ന് കാടിന്റെ മക്കളെ പുറത്തെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ. നീലിമലയുടെ താഴ്വരയിലെത്തിയ ദുരന്ത നിവാരണ സേന അവിടുത്തെ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. മനുഷ്യവാസത്തിന്റെ യാതൊരു ലക്ഷണവും അവശേഷിപ്പിക്കാത്ത വിധം നീലിമലയുടെ നെഞ്ചിൽ നിന്നും ഒരു വലിയ കഷ്ണം അടർന്നുപോയതുപോലെ തോന്നി. അന്തരീക്ഷം മുഴുവൻ ചെളിമണം നിറഞ്ഞു നിൽക്കുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിനിടയിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി നീലിമലയിലെ ആളുകളെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളുടെ അപര്യാപ്തതയാണ്. നീലിമല ഉൾപ്പെടുന്ന കാരക്കുന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പോലും നീലിമലയിലെ ജനസംഖ്യയെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. രാഷ്ട്രീയക്കാർ തലയെണ്ണൽ നടത്തുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലായതിനാൽ ഒരു വ്യക്തമായ ചിത്രം നൽകാൻ അവർക്കും സാധിച്ചില്ല. രാഷ്ട്രീയക്കാർക്ക് പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും ഓരോ വോട്ടാണ്. അതുകൊണ്ടുതന്നെ അവരുടെ കണക്കുകളിൽ കുട്ടികൾക്ക് യാതൊരു സ്ഥാനവുമില്ല. താൽക്കാലിക പാലത്തിലൂടെ നീലിമലയിൽ എത്തിച്ച മണ്ണുകോരി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ചപ്പാത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എക്സ്ക്ലൂസീവ് ജേർണലിസത്തിന് പേരുകേട്ട മലയാള മാധ്യമങ്ങൾ ചപ്പാത്തിൽ നിന്നും ലൈവ് കവറേജ് ആരംഭിച്ചു. വിഷൻ ന്യൂസിന്റെ റിപ്പോർട്ടർ ഒരു പടി കൂടി കടന്ന് നീലിമലയിലെ അംഗൻവാടി ടീച്ചറായ ശോശാമ ടീച്ചറെ തിരഞ്ഞുപിടിച്ച് അവരുമായി എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നടത്തി. കാരക്കുന്ന് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത ഒരു വാടക വീട്ടിലായിരുന്നു ശോശാമ ടീച്ചർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്കാണ് അവർ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ആഴ്ചയിൽ 2 ദിവസം, പ്രധാനമായും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ടീച്ചർ നീലിമലയിൽ എത്തിയിരുന്നത്. ഏതൊരു ഗ്രാമത്തിന്റെയും ഹൃദയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ അംഗൻവാടികളാണ്. ഒരു ഗ്രാമത്തിൽ അധിവസിക്കുന്നവരുടെ കൃത്യമായ കണക്ക് അവിടുത്തെ അംഗൻവാടിയിലുണ്ട്. ശോശാമ ടീച്ചറുടെ കണക്കനുസരിച്ച് ഏകദേശം 132ഓളം ആളുകൾ നീലിമലയിലുണ്ട്. 38ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു നീലിമല. അതിലൊരു വീട് മാത്രം മലയുടെ കിഴക്കാം തൂക്കായ മലഞ്ചെരുവിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീ അവരുടെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളോടുമൊപ്പം അവിടെ ഒരു ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിക്കുന്നു. പുറത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും സഹിതം ഏകദേശം 14 പേരോളം ദുരന്തം നടക്കുമ്പോൾ നീലിമലയിൽ ഉണ്ടായിരുന്നില്ല. ശേഷിക്കുന്ന 118 പേരെ പറ്റി ആശങ്കകൾ നിലനിൽക്കുന്നു. ഒന്നുകിൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ മരണത്തെ കാത്തുകഴിയുന്ന 118ഓളം ജീവനുകൾ. ദ്രുതകർമ്മസേന വളരെ ആയാസപ്പെട്ട് പേപ്പാറ ചപ്പാത്തിന് മുകളിലൂടെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അതിലൂടെ 12 മണ്ണുമാന്തി യന്ത്രങ്ങളും 28ഓളം ടിപ്പറുകളും മലയടിവാരത്തെത്തി. ദുരന്തമുഖത്തേക്ക് സേവന സന്നദ്ധരായ ഒത്തിരി ചെറുപ്പക്കാർ കടന്നുവന്നു. നീലിമലയുടെ ഓരോ തുടിപ്പും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചികിത്സാ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയുണ്ടായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയുടെയും ധനസഹായവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നീലിമലയിലുണ്ടായിരുന്ന 38 വീടുകളും വെറും മൺകൂനകളായി മാറിയതിനാൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ചില പൊടിക്കൈകൾ. മഴയ്ക്ക് ഇനിയും ശമനമായില്ല. വലിയ മൺകൂനകൾ കോരി നീക്കേണ്ടതായിട്ടുണ്ട്. ഈ ശ്മശാന ഭൂമിയിൽ ഒരു ജീവനെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ പോലും അസ്ഥാനത്താകും. പക്ഷേ അതൊന്നും രക്ഷാപ്രവർത്തനത്തെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന മുസ്തഫ ഒരു റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. പർവ്വതം വയറുപിളർന്ന് ഭൂമിയിലെ മനുഷ്യവംശത്തെ അപ്പാടെ വിഴുങ്ങാനായുമ്പോൾ കൈയൊഴിയുന്നവനെയല്ല, കൈകോർത്തു പിടിക്കുന്നവനെ വിളിക്കേണ്ടുന്ന പേരാണ് മലയാളി. ഓരോ ദുരന്തവും മലയാളിയെ കൂടുതൽ കരുത്തനാക്കുന്നുണ്ട്. ജാതി, മത, വർഗം, സത്വബോധങ്ങളെ മറന്ന് കൈമൈ മറന്ന് പോരാടാൻ ചങ്കിൽ നന്നിറഞ്ഞ ഓരോ മലയാളിക്കും സാധിക്കുന്നുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് 12:30യോടെയാണ് ആദ്യത്തെ മൃതശരീരം ലഭിച്ചത്. ഏകദേശം 30 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ വിളർത്തുവിളറിയ മുഖം. ഒരു തവണയെങ്കിലും ദുരന്തമുഖത്ത് പോയിട്ടുള്ളവർക്കറിയാൻ സാധിക്കും മനുഷ്യന്റെ നിസ്സഹായതയുടെ ഉൾവിളികൾ. ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന നമ്മൾ തന്നെയാണ്. താൽക്കാലിക പാലത്തിലൂടെ ആംബുലൻസുകൾ മലയടിവാരത്തെത്തി. മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനായി ഏകദേശം 16ഓളം ആംബുലൻസുകൾ തയ്യാറായി നിന്നിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര ചികിത്സ നൽകുന്നതിനാവശ്യമായ മെഡിക്കൽ ടീമും സജ്ജമായിരുന്നു.
ആദ്യം കിട്ടിയ സ്ത്രീയുടെ മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടയച്ചുടനെ തന്നെ മറ്റു മൃതദേഹങ്ങളും കിട്ടിത്തുടങ്ങി. 12 അടിയോളം ആഴത്തിൽ കുഴിച്ച് ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് 2 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇരുമ്പ് കൈകളിൽ ഉടക്കി ശരീരം അറ്റുപോകാതിരിക്കാൻ വേണ്ടത്ര കരുതലോടെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. നീലിമലയിൽ നിന്നും ഉറപൊട്ടി ഒഴുകുന്ന ഒരു കൊച്ചരുവിയായിരുന്നു കൊടിഞ്ഞിപ്പുഴ. എന്നാൽ ഇന്നവൾ രക്തദാഹം പൂണ്ട ഉഗ്രരൂപിണിയായി കരകവിഞ്ഞ് കലങ്ങി മറിഞ്ഞൊഴുകിപ്പോകുന്നു. മഴയ്ക്കിതുവരെ തെല്ലും ശമനമായില്ല. അവളുടെ കലി അടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ചെന്നിച്ചിത്തറി തെറിക്കുന്ന പേമാരിയെ വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിയായപ്പോഴേക്കും 60ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താനായി. പിഞ്ചു കുഞ്ഞുങ്ങളുടെയും പ്രായമേറി ചെന്ന വയോധികർ വരെ നിസ്സഹായരായി ചിതറിക്കിടക്കുന്ന കാഴ്ച മനസാക്ഷിയുള്ള ആരുടെയും ചങ്ക് കലക്കും. അനാഥമായി ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ നീലിമലയുടെ ഏകദേശ രൂപം രക്ഷാപ്രവർത്തകർക്ക് വ്യക്തമായി. അതുകൊണ്ടുതന്നെ അവർ 6 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞു തിരച്ചിൽ ആരംഭിച്ചു. 11 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കൊടിഞ്ഞിപ്പുഴയുടെ ഓരങ്ങളിൽ തിരഞ്ഞു തുടങ്ങി. നീലിമലയുടെ തുഞ്ചത്തിരുന്ന വലിയ പാറക്കല്ലുകൾ കൊടിഞ്ഞിപ്പുഴയിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി തിരച്ചിൽ നടത്താനുള്ള പരിശ്രമം ദുഷ്കരമാണ്. ശേഷിക്കുന്ന 5 ഗ്രൂപ്പുകൾ നീലിമലയുടെ 4 ദിക്കുകളിലും തിരച്ചിൽ ആരംഭിച്ചു. ഒരർത്ഥത്തിൽ സാങ്കേതിക വിജ്ഞാനങ്ങൾ മനുഷ്യന് വലിയ സഹായമാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റുകൾ ഭൂപ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നു. JCBയും ടിപ്പറും പോലുള്ള യന്ത്രങ്ങളും മോട്ടോറും മനുഷ്യന്റെ അധ്വാനത്തെ ലഘുവാക്കുന്നു. ഒരു യന്ത്രവും വിനാശഗിരിയല്ല. ദുഷിച്ച മനസ്സുള്ള യന്ത്രങ്ങളുടെ ചിന്തകളുള്ള മനുഷ്യരാണ് യന്ത്രങ്ങളെ നാശത്തിന്റെ ഉപകരണങ്ങളാക്കി അടിച്ചൊതുക്കി പാകപ്പെടുത്തിയ മനുഷ്യന്റെ കൃത്രിമ ബുദ്ധി. പ്രതീക്ഷയുടെ ഒരു ചെറുനാമ്പ്. വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്താനുള്ള തീരുമാനം വളരെ പെട്ടെന്ന് ഫലം ചെയ്തു. അടിവാരത്ത് നിന്നും പുഴയിൽ നിന്നും മൺകൂനകളിൽ നിന്നുമായി 30ഓളം മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായി. തലേന്ന് ശാന്തമായി ഉറങ്ങാൻ കിടന്നവരിൽ ആരും പിറ്റേന്നുണർന്നില്ല എന്ന് പറയേണ്ടി വരുന്നത് വേദനാജനകമായ കാര്യമാണെന്ന് പ്രത്യേകിച്ചു പറയേണ്ടതില്ലല്ലോ. മഴക്കാലത്ത് മലയോര ഗ്രാമങ്ങൾ പലതും മിഴിപൂട്ടാതെ ഉറങ്ങാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ആത്മാവിനെ കുത്തിത്തുറന്ന് കൊള്ള ചെയ്യുന്നു. പ്രകൃതിയുടെ ശാപം നിലയ്ക്കാത്ത പേമാരി പോലെ മനുഷ്യരുടെ മേൽ പെയ്തിറങ്ങുന്നു. നീലിമലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി തിരച്ചിൽ നടത്തിയവർക്ക് അസ്വാഭാവികമായ ചില ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. മണ്ണ് മാറ്റുന്നതിനിടയിൽ ഒരു കുടിലിന്റെ അവശിഷ്ടം ലഭിക്കുകയുണ്ടായി. ഒരു കൂറ്റൻ കരുവേലകം പുരയ്ക്കു മുകളിലേക്ക് വീണതിനാൽ മലയിടിഞ്ഞപ്പോൾ ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അതാ കുടിലിന്റെ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. പൽചക്രവാളുകൊണ്ട് കരുവേലകത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. മണ്ണുമാന്തി യന്ത്രം ശ്രദ്ധാപൂർവം ഉപയോഗിച്ച് വീടിന്റെ അവശിഷ്ടങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. സൂക്ഷ്മമായ ആ പരിശ്രമം ഫലമായില്ല. പൊളിഞ്ഞു തരിപ്പണമായ കുടിലിൽ പാതി തകർന്ന ഒരു അലമാരയുടെ അടിയിൽ നിന്നും ഏകദേശം 25 വയസ്സോളം പ്രായമുള്ള ഗർഭിണിയായ ഒരു യുവതിയെയും 2 കൈക്കുഞ്ഞുങ്ങളെയും ലഭിച്ചു. ഇനിയും ഈ അടിവാരത്ത് ജീവൻ അവശേഷിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കേവലം യുക്തിബോധമുള്ള ഒരാൾക്കും സാധിക്കില്ല. മരണത്തോട് പോരാടുന്ന വേളയിൽ പോലും തന്റെ പൊന്നോമനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ അവൾ ശ്രമിച്ചു. അമ്മയെയും അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കോരിയെടുത്ത് പുറത്തേക്ക് ഓടുമ്പോൾ സിവിൽ പോലീസ് ഓഫീസറായ റെജിയും സൈമണും വിതുമ്പുകയായിരുന്നു. ദുരന്തം മുഖത്ത് മനുഷ്യർ ഒരർത്ഥത്തിൽ വെറും അപ്പനും അമ്മയും മകനും മകളും സഹോദരരും മാത്രമാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ പോലും കാത്തുനിൽക്കാതെയാണ് ഓരോ മനുഷ്യനും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ പടപൊരുതുന്നത്. ചെറിയ ഒരു അലംഭാവം പോലും ജീവന് തുല്യം വിലയുള്ളതാണെന്നവർക്കറിയാം. ആംബുലൻസിലെ മെയിൽ നഴ്സാണ് ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും നാഡിമിടിപ്പ് നിലച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. കഴിഞ്ഞ 15 മണിക്കൂറുകളായി ആ അമ്മയും കുഞ്ഞുങ്ങളും മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 10,000-ൽ-ഒരാൾക്ക് ദൈവം കനിഞ്ഞു നൽകുന്ന ഒരു വരദാനമാണ് ചെറുത്തുനിൽപ്പിന്റെ അനുഗ്രഹം. എത്ര പ്രതികൂല സാഹചര്യത്തിലും ജീവൻ വിട്ടുകൊടുക്കാതെ നിരന്തരം പോരാടുന്ന പോസിറ്റീവ് മനോഭാവം. അതുകൊണ്ട് മരണത്തിനു പോലും ഇച്ഛാശക്തിയുള്ള മനുഷ്യരെ ഭയമാണ്. പേപ്പാറ ചപ്പാത്തിലെ താൽക്കാലികമായ പാലത്തിലൂടെ ആംബുലൻസ് ആ അമ്മയെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. ആഞ്ഞിൽമുക്ക് ജംഗ്ഷന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന ഹെലികോപ്റ്ററിൽ അവരെ ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള വിമലമാത മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇടുക്കി ജില്ലയോട് ചേർന്ന് കോട്ടയത്തിന്റെ അതിർത്തിയിലാണ് വിമലമാത ഹോസ്പിറ്റൽ.
എല്ലാത്തരം ചികിത്സകളും ലഭ്യമായ ജില്ലയിലെ തന്നെ ഒരു വലിയ ഹോസ്പിറ്റലാണ് വിമലമാത. ആശുപത്രിയിലെത്തിയ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഉടനടി തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ചെളിയിൽ പുരണ്ട് മുഖം പോലും വ്യക്തമല്ലാതിരുന്ന ആ സ്ത്രീയുടെ തലയുടെ പുറകിൽ ആഴത്തിൽ പതിഞ്ഞ മുറിവിൽ നിന്നും രക്തം വാർന്നു പോകുന്നുണ്ടായിരുന്നു. കൈകളിലും കാലുകളിലും ഒടിവ് ചതവുകളുണ്ടെന്നത് പ്രഥമ ദൃഷ്ട്യാ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതിനാൽ അവർക്ക് മുറിവുകളോ ചതവുകളോ ഒന്നുമില്ലായിരുന്നു. അമ്മ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന തികച്ചും സ്വാഭാവികമായ പ്രതികരണമാണ് അവളിൽ നിന്നുണ്ടായത്. മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേക നിർദ്ദേശം ലഭിച്ചതിനാൽ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ പ്രത്യേക പരിഗണനയും കരുതലും അവർക്ക് ലഭിച്ചു. യഥാർത്ഥ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായ അവളുടെ വയറ്റിലെ കുഞ്ഞിന് അപ്പോഴും മൂവ്മെന്റ് ഉണ്ടായിരുന്നു എന്നതാണ്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ തലമുതിർന്ന ഡോക്ടർമാർക്ക് ഈ സംഭവം ശരിക്കും ഒരു മെഡിക്കൽ മിറാക്കിൾ തന്നെയായിരുന്നു. അസാധ്യമെന്ന് മനുഷ്യർ വിധിയെഴുതുന്ന കാര്യങ്ങളിൽ പോലും ചില ദൈവിക ഇടപെടലുകൾ നടന്നേക്കാം. ബോധം തെളിഞ്ഞപ്പോൾ തന്നെ അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 15 മണിക്കൂറുകളായി ഭക്ഷണവും വെള്ളവും കഴിക്കാത്തതിനാൽ ശബ്ദം പോലും അവളുടെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയതുപോലെ തോന്നി. ഭക്ഷണം കഴിച്ച് അല്പം ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അവൾ വിതുമ്പി കരയാൻ തുടങ്ങി. ചെറിയ പരിക്കുകളോടെയെങ്കിലും ആരോഗ്യത്തോടെ കിടക്കുന്ന അവളുടെ കുഞ്ഞുങ്ങളെ കാട്ടിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അപ്പോഴും അവൾ തനിക്ക് ചുറ്റും കൂടിയ മെഡിക്കൽ സംഘത്തിനിടയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുഖം തിരയുകയായിരുന്നു. എന്നാൽ തനിക്ക് ചുറ്റും കൂടിയവരിൽ താൻ പ്രതീക്ഷിക്കുന്ന തന്റെ ഭർത്താവില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്നെ ചികിത്സിക്കുന്ന പ്രധാന ഡോക്ടറോട് രാജു വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു എന്ന് മാത്രം പറഞ്ഞു. അവ്യക്തമായ ഭാഷയിൽ വീണ്ടും വീണ്ടും ഒരു മന്ത്രം പോലെ അവൾ അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. വേദനകളെ അയവിറക്കി പരിക്ഷീണതയായവൾ പതിയെ മയക്കത്തിലേക്ക് വീണു. സമയം രാത്രി 11 മണി. നീലിമല. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും അടിവാരത്ത് പെയ്യുന്നുണ്ട്. രക്തം കട്ടപിടിപ്പിക്കുമാറ് അസ്ഥികളിൽ തുളഞ്ഞു കയറുന്ന ശീതക്കാറ്റ് ശക്തിയായി വീശിയടിക്കുന്നുണ്ട്. വെളിച്ചത്തിന്റെ അഭാവം രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. കേവലം പെട്രോൾ മാക്സുകളുടെയും ഏതാനും ചില എമർജൻസി ലൈറ്റുകളുടെയും വെളിച്ചത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു മിഷനല്ല നീലിമലയിലേത്. മലയുടെ ഹൃദയത്തിന് ഇളക്കം തട്ടിയതിനാൽ വീണ്ടും ഒരു മലയിടിച്ചിലിനുള്ള സാധ്യത അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും നീലിമലയിൽ അവശേഷിക്കുന്നു. അതുകൊണ്ടുതന്നെ രാത്രി 11:30 ഒന്നാം ദിവസത്തെ തിരച്ചിൽ അവസാനിച്ചു. മലയടിവാരത്തു നിന്നും പുഴയിൽ നിന്നും മൺകൂനകളിൽ നിന്നും ഏകദേശം 94 മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ ദുരന്ത നിവാരണ സേനയ്ക്കായി. ഗർഭിണിയായ അമ്മയെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ്. സുജാതയും രാജുവും. പിറ്റേന്ന് പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ ആരംഭിച്ചു. മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. എങ്കിലും കാറും കോളും ഒഴിഞ്ഞുപോയെന്ന് ഇനിയും പറയാറായിട്ടില്ല. കനത്ത വെള്ളപ്പാച്ചിലിൽ മൃതദേഹങ്ങളിൽ ചിലതെങ്കിലും കൊടിഞ്ഞു പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല. അവയൊക്കെ വീണ്ടെടുക്കുകയെന്നത് തികച്ചും ശ്രമകരമായ ജോലിയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവരോട് ചെയ്യാൻ സാധിക്കുന്ന ആദരവാണ് ആചാരപ്രകാരം ഒരു മൃതസംസ്കാരം. ജില്ലാ കളക്ടറുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ രാവിലെ തന്നെ വിമലമാതാ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയാണ്. ദുരന്തത്തെ തരണം ചെയ്ത സ്ത്രീക്കും കുട്ടികൾക്കും തളർന്നു പോകാതിരിക്കാൻ ഇപ്പോഴാവശ്യം അകമഴിഞ്ഞ പിന്തുണയാണ്. നീലിമലയിൽ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. JCBയുടെ യന്ത്രക്കൈകൾ നീലിമലയുടെ നെഞ്ചു പിളർന്ന് നിത്യതയിൽ ആഴ്ന്നുപോയ മനുഷ്യരെ കോരിയെടുക്കുന്നു. കണ്ടാൽ കരളലിയിക്കുന്ന കാഴ്ച. ദുരന്തമുഖത്ത് കലങ്ങിയ ചങ്കോടെയല്ലാതെ നിൽക്കാനാവില്ല. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ തന്നെ വേണ്ടപ്പെട്ടവരാണ് കാണാതായതെങ്കിലോ? നമ്മുടെ കുഞ്ഞുമക്കളെ തണുത്തു വിറങ്ങിലിച്ച് കാണേണ്ടിവരുന്നൊരവസ്ഥ എന്ത് ദയനീയമായിരിക്കും. പുറം ഗ്രാമത്തിൽ പണിക്ക് പോയിരുന്ന രാഘവൻ ചേട്ടൻ തന്റെ ഭാര്യയെയും 3 മക്കളെയും ഓർത്ത് വിങ്ങിപ്പൊട്ടുന്നത് കണ്ടു. ചെറുക്കിടയിലും പാറക്കല്ലുകൾക്കടിയിലും കിടക്കുന്ന ചതഞ്ഞെറിഞ്ഞ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ രാഘവൻ ചേട്ടൻ ഏത്തിനോക്കുന്നത് കണ്ടു. അതിനുശേഷം ഒരു പാറയുടെ ചുവട്ടിൽ താടിയിൽ കൈയും വെച്ച് എന്തൊക്കെയോ തനിയെ പുലമ്പുന്നുണ്ടായിരുന്നു. ഓരോ മൃതദേഹവും പുറത്തെടുക്കുമ്പോൾ എന്തായിരുന്നിരിക്കാം ആ മനുഷ്യന്റെ ചങ്കിലെ പ്രാർത്ഥന? അത് തന്റെ വേണ്ടപ്പെട്ടവരാവണേ എന്നാണോ, അതോ അത് തന്റെ വേണ്ടപ്പെട്ടവരാവല്ലേ എന്നാണോ? വല്ലാത്തൊരു സന്ദിഗ്ധാവസ്ഥയാണത്. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് മനുഷ്യർ. പിടിവിട്ടു പോകുന്നതുവരെ പ്രതീക്ഷയുടെ വള്ളിയിൽ തൂങ്ങിക്കിടക്കാൻ നമ്മൾ ശ്രമിക്കും.
അതില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് പ്രസക്തി? ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും കഠിന പ്രയത്നം ഭാഗികമായി ഫലം കണ്ടു എന്ന് പറയാതെ വയ്യ. രണ്ടാമത്തെ ദിവസം തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനു മുമ്പായി 86 പേരെ ജീവനോടെയും അല്ലാതെയുമായി പുറത്തെടുക്കാൻ കഴിഞ്ഞു. ഇനിയും 32 പേരെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള പരിശ്രമങ്ങളെല്ലാം വിഫലമാണെന്ന് നന്നായി അറിയാം. എന്നിട്ടും പാതി വഴിയിൽ മടങ്ങിപ്പോകാൻ മനസ്സുകൊണ്ടാകുന്നില്ല. അർദ്ധരാത്രി 11 മണി, വിമലമാത ഹോസ്പിറ്റൽ. ഏറെ നേരത്തെ ആലസ്യത്തിനു ശേഷം സുജാത കണ്ണു തുറന്നു. പാതി തുറന്ന മിഴികൾ ആദ്യം പരതിയത് തന്റെ കുഞ്ഞോമനകളെയാണ്. തന്റെ കിടക്കയ്ക്കരികിലായി കിടന്നുറങ്ങുന്ന പിഞ്ചോമനകളെ കണ്ടതും ആ മുഖത്ത് ഒരൽപ്പം ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. തളർന്നുറങ്ങുന്ന പിഞ്ചോമനകളുടെ നെറ്റിത്തടത്തിൽ തലോടാൻ തന്റെ കൈകൾ നീട്ടി ഒരു വിഫല ശ്രമം നടത്തിയ ശേഷം അവൾ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. പിന്നീടെന്തോ ചിന്തിച്ച് ഞെട്ടിത്തരിച്ച ശേഷം മുറിയിൽ മുഴുവൻ പരതി വിലപ്പെട്ട എന്തിനെയോ ആത്മാർത്ഥമായി തേടുന്ന പോലെ തോന്നി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സുജാത ആരെയാണ് അന്വേഷിക്കുന്നത്? മക്കൾ അടുത്തു തന്നെയുണ്ടല്ലോ. ഒരു വലിയ ദുരന്തമായിരുന്നു. ബട്ട് താങ്ക് ഗോഡ്, അത്ഭുതകരമായ വിധത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, സുജാതയുടെ കിടക്കയുടെ അരികിൽ നിന്നിരുന്ന മധ്യവയസ്കയായ സ്ത്രീ പറഞ്ഞു. പക്ഷെ ആ സ്ത്രീയുടെ സംസാരത്തെ തെല്ലും ഗൗനിക്കാതെ സുജാത മുറിയുടെ പുറത്തേക്ക് കണ്ണെത്തിച്ചു നോക്കി. ഇനി തന്നെ പറ്റിക്കാനായി മുറിക്ക് വെളിയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാകുമോ എന്നതായിരുന്നു അവരുടെ സംശയം. സുജാത, ഞാൻ രേണുക മേനോൻ, സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളുടെ എന്താവശ്യത്തിനും ഈ ഗവൺമെന്റ് നിങ്ങളുടെ കൂടെയുണ്ടാകും. കാര്യഗൗരവം ഉൾക്കൊണ്ടു തന്നെ. തന്റെ മുമ്പിൽ നിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്ന് മനസ്സിലാക്കിയ സുജാത തന്റെ ഇരു കൈകളും കൂപ്പി പ്രണമിച്ചു. എന്റെ രാജുവേട്ടനെ കണ്ടുകിട്ടിയോ മാഡം? വീടിന്റെ ഉമ്മറത്തിരിക്കുമായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഞാൻ നോക്കി. എന്റെ രാജുവേട്ടനെ മാത്രം കണ്ടില്ല. വിഷമിക്കാതെ സുജാത, രാജു വിൽ ബി ഓക്കെ. തിരിച്ചിൽ നടക്കുകയല്ലേ? മന്ത്രി എന്ന ഉന്നതമായ പദവിക്കും അപ്പുറം അമ്മയെന്ന നല്ല വിചാരത്തിലേക്ക് ആ സ്ത്രീ ഇറങ്ങിവന്നു. ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ? മന്ത്രിയമ്മ തുടർന്നു. ചെറിയൊരു വേദനയുണ്ട്. രാജുവേട്ടൻ വരാതെ ഈ വേദന പോവില്ല മാഡം, അവൾ വിതുമ്പിക്കരഞ്ഞു. മഴ ചെറുതായി ശമിച്ചു തുടങ്ങി. വെള്ളപ്പാച്ചിലിന്റെ കീറലിലൂടെ ഭൂമി നിസ്സഹായരായ മനുഷ്യരെ പച്ചയ്ക്ക് വിഴുങ്ങിയെന്ന് തോന്നുമാറ് ഭയാനകമായ കാഴ്ചയാണ് നീലിമലയിൽ. പോലീസും സന്നദ്ധപ്രവർത്തകരും JCBയും മൺവെട്ടികളുമായി സുജാതയുടെ വീടിന്റെ ചുറ്റുപാടും ഒത്തിരി കുഴിച്ചെങ്കിലും രാജുവിന്റെ ബോഡി മാത്രം കിട്ടിയില്ല. എത്രയോ ജഡങ്ങളിങ്ങനെ ദുരന്തങ്ങളുടെ ബാക്കി പത്രമായി വീണ്ടെടുക്കാനാവാതെ പോകുന്നു. അതിലേക്ക് ഒരാൾ കൂടി. തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാൻ നേരം ദുരന്ത നിവാരണ സേനയ്ക്ക് ചപ്പാത്തിന് താഴെ ഒരു ബോഡി കിട്ടിയ ന്യൂസ് കിട്ടി. പക്ഷേ നാട്ടുകാർ എത്ര പണിപ്പെട്ടിട്ടും ബോഡി പുറത്തെടുക്കാൻ പറ്റിയില്ല. ഒരു ഭീമൻ പാറ ആ ബോഡിയുടെ മുകളിൽ ഉറഞ്ഞിരിക്കുകയാണ്. പാറ മാറ്റാതെ ബോഡി പുറത്തെടുത്താൽ ബോഡി മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. JCBയും മറ്റ് യന്ത്രക്കൈകളും വെച്ച് ഒരുവിധം പണിപ്പെട്ട് പാറ നീക്കി ബോഡി പുറത്തെടുത്തു. ശരീരമാസകലം ചതഞ്ഞരിഞ്ഞ് അസ്ഥികൾ നുറുങ്ങിയ ഒരു പുരുഷന്റെ ജഡമാണത്. പരിക്കുകൾ ഏറെയുണ്ടെങ്കിലും അയാളുടെ മുഖം തിരിച്ചറിയാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു. സുജാതയുടെ ഭർത്താവ് രാജു തന്നെയാണത്. പക്ഷേ ഹെഡ് കോൺസ്റ്റബിൾ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ട് സകലരും ഞെട്ടി. പ്രളയരാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ദുരന്ത വിവരം പറഞ്ഞത് ഈ മരിച്ചുകിടക്കുന്ന രാജുവാണ്. മറ്റു പോലീസുകാർക്കും അതിലൊരു തർക്കവുമില്ല. ആ ഉരുൾപൊട്ടലിൽ പാറക്കടിയിൽ മണ്ണിൽ പുതഞ്ഞുപോയ രാജുവെങ്ങനെ ഈ വിവരം സ്റ്റേഷനിൽ അറിയിച്ചു? ആ ഒറ്റ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുജാതയും മക്കളും ജീവനോടെ ഇരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. ചുരുളറിയാത്തൊരു നിഗൂഢ രഹസ്യമായി അതിപ്പോഴും തുടരുന്നു. കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വായനകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.